എന്തൊരു വീടാണ്, നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടാ. ആ നല്ലതുപോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്നോ? ശരിയാണോ? എവിടുന്ന് കിട്ടിത്തരൊക്കെ? ആ ഇപ്പൊ വരും, നല്ല സെക്സി ആയിരിക്കും കേട്ടാ, നല്ല സുഖമുണ്ടാവും. അതാ അവള് വന്നുട്ടാ. എണീക്ക് എണീക്ക്. നിങ്ങളാണോ കെയർ ടേക്കർ ഈ വീടിന്റെ? നമ്മളല്ലേ ഊർമിള മാലസൻ? എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ വലിയ ഫാനാണ്. ഞങ്ങൾ നിങ്ങളുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതിയ എല്ലാ കഥകളും വായിച്ചിട്ടുണ്ട് ചേച്ചി. കൊള്ളാലോ, താങ്ക് യു. അല്ല, ഇതിനു വേണ്ടിയാണോ വന്നേ അതോ വേറെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ വന്നേ? ആക്ച്വലി ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, താൻ പറ എന്താന്ന് വെച്ചാ ക്ലിയർ ആയിട്ട്. ഇല്ല, ആക്ച്വലി നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് പറ്റിയൾക്ക്? എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ഒരു തെറ്റായ ചോദ്യമായോ? ഇതെല്ലാം കേട്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇത് തെറ്റാണ്. ശരിയായ ഉത്തരം നിങ്ങൾക്ക് സമയത്ത് കിട്ടും. നിങ്ങളോ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെന്റെ ഹസ്ബൻഡ് മിസ്റ്റർ അരവിന്ദ് ഹുസൈൻ. ഇങ്ങനെ വട്ടുപിടിച്ച് നടന്ന ഒരാളുടെ സുന്ദരമായ ഒരു ഭാര്യയെ കാണാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ. നിങ്ങളാണോ അരവിന്ദ് ഹുസൈൻ എന്ന് വെച്ചാൽ ഇയാളുടെ പേരാണോ ഇവൾ എഴുതിയിട്ടുള്ള എല്ലാ ബുക്കിലുള്ളത്? എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പോൾ നിങ്ങളല്ലേ അവിടെ ഒരു പ്രാന്തനായിട്ട് റോഡിൽ? കേൾക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഈ അടിപിടി, വഴക്ക്, ഇതെല്ലാം മനുഷ്യൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ആക്ച്വലി നമുക്ക് പല പല നല്ല ആശയങ്ങളും കിട്ടുന്നുണ്ട്. ഏതാണ് പറ്റാത്തത് അത് കളയുക ഡസ്റ്റ്ബിന്നിൽ. ആ ഡസ്റ്റ്ബിന്നാണ് ഞാൻ. പിന്നെ ഞാനും എൻ്റെ കഥാപാത്രവും ഡസ്റ്റ്ബിന്നിനെ കുറിച്ചാണ്. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാൻ പുതിയ നല്ലൊരു കഥയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഓരോ ഈ കാര്യങ്ങളെല്ലാം കൂടി ഞാൻ ഒരു കഥയിലാക്കി മാറ്റും. അതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങളന്ന് ഞാനും മമിതയും വണ്ടിയിലിരിക്കുമ്പോൾ, ശരിയാണ്, നിങ്ങളൊക്കെ വലിച്ചെറിയുന്ന നല്ല നല്ല ആശയങ്ങളുണ്ടല്ലോ. അതാണ് എൻ്റെ പുതിയ ആശയം. ഇന്നത്തെ കാലത്ത് ലോകം സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. നിങ്ങളുടെ കാറിൽ വെച്ചുള്ള നിങ്ങളുടെ ശാരീരിക സംബന്ധമുണ്ടല്ലോ റോഡിൽ വെച്ച്, അതിനെ സ്നേഹമെന്ന് പറയുന്നില്ല. ഓർക്കുന്നോ, ഇന്നലെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തില്ലേ? അതിന്റെ കാരണം ഇതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതാണ് എന്റെ പുതിയ സ്റ്റോറി എന്റെ തലയിൽ. ഫുള്ള് കൺഫ്യൂസ് ആയില്ലേ നിങ്ങള്? എന്താണ് തന്റെ വിചാരം? എന്താണ് ഞങ്ങൾ അതിൽ കൂടെ ചെയ്യുന്നേ? അങ്ങനെ ചായ വേണോ?